നമ്മൾ ഇന്നത്തെ ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലേ. എല്ലാവരും കേൾക്കുന്നുണ്ടാവും. യൂട്യൂബ് തുറന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവനത് ചെയ്തു, ഇവനിത് ചെയ്തു എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസും ഓഡിയോ ക്ലിപ്പും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഏവർക്കും ഊഹിക്കേണ്ട ഒരു കാര്യമാണ്. ഊഹിച്ചാൽ ഉത്തരം കിട്ടുന്നൊരു കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്ത് എന്ന് പറയുന്ന ആ സമയം അവർ ഭയങ്കര മിങ്കിളാണ്. അതായത് ഈ അതിജീവിത എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളും രാഹുൽ മാങ്കൂട്ടത്തിലും ഭയങ്കര മിങ്കിളായി പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ 2024 ഏപ്രിൽ നടന്ന സംഗതി ഇപ്പോഴാണ് പുറത്തു വരിക. അന്ന് ലൈംഗികമായി ദേഹോപദ്രവം ചെയ്ത് പീഡിപ്പിച്ചെങ്കിൽ അതന്ന് പറയണ്ടേ, ഇന്നാണോ പറയുക? അപ്പോൾ ഒരു ആണിനെ തകർക്കാൻ വേണ്ടി ദുന്യാവിൽ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് വെച്ചാൽ അത് പെണ്ണാണ്. ദുന്യാവെന്ന് പറയുന്നില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ ഞാനൊരു സ്ത്രീയാണ്, വേറൊന്നുകൊണ്ടല്ല. ഒരു സ്ത്രീക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഒരു സ്ത്രീ മുതലാക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ചു പറയാണ്. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, 2024 ഏപ്രിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീയെ ഉപദ്രവിച്ചെന്ന് പറയുന്നുണ്ട്. എത്ര കാലമായി? 1.5 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു. അതുവരെ സ്ത്രീ കേസ് കൊടുത്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണോ പറയുന്നത്? ഇതിനെന്താണ് ആൻസർ? ഇത് എല്ലാ കേസും ഇങ്ങനെ തന്നെയാണ്. പണ്ട് ഉമ്മൻചാണ്ടി സാറായിരുന്നു സോളാർ സരിത വെച്ച് ഒരുപാട് ആളുകൾ വന്ന് കവർന്ന് ആക്രമിച്ചു ഉമ്മൻചാണ്ടി സാറെ. ഇപ്പോൾ ഇതാ ഇവരെ എടോ ഈ ലീഗിനെയും കോൺഗ്രസിനെയും തകർക്കുക എന്നുള്ള ഒരു സഖാക്കൾ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ഒരു ത്വരയുണ്ടല്ലോ, ആ ത്വര ഉണ്ടല്ലോ. എനിക്കെന്താ പറയാറില്ല, ഞാൻ ലീഗല്ല, മാർക്സിസ്റ്റ് അല്ല, ഞാൻ കോൺഗ്രസ് അല്ല, ഞാൻ BJP അല്ല. പക്ഷേ എനിക്കിപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു വളർന്നു വരുന്ന ഒരു മനുഷ്യനെ ചിറകങ്ങിട്ട് അരിഞ്ഞൊതുങ്ങി നിൽക്കുക, അതിന് ഏറ്റവും വലിയ ആയുധം സ്ത്രീയാണ്. ഈ സ്ത്രീകളും ഇതിനെല്ലാം ആ സ്ത്രീ പറഞ്ഞ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീ കളവ് പറയുകയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല. ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീ അപമാനിക്കല്ലെങ്കിൽ ആ സ്ത്രീ നുണ പറയാമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, 1 വർഷം 1.5 വർഷം മുമ്പുള്ളത് ഇപ്പോഴാണ് പറയുക. അതന്ന് അത്രയും ഹാർഡായിട്ടുള്ളൊരു കേസാണെങ്കിൽ, ഹാർഡായിട്ട് ആ സ്ത്രീക്ക് ഫീൽ ചെയ്തെങ്കിൽ അതന്ന് കേസ് കൊടുക്കണ്ടേ അല്ലേ? ഇപ്പോഴാണ് പറയുക. അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാറ് ഫിറോസ് മാങ്കൂട്ടത്തിൽ വളർന്നു വരുന്ന എല്ലാവരെയും ചെറുകൊടിക്കാൻ സ്ത്രീയെ മുന്നിൽ കരുവാക്കുകയാണ്. ആ സ്ത്രീകളും ഇതിന് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് പുച്ഛമാണ്. കാരണം ആ സ്ത്രീ ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു SMS-ൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. സാമാന്യം ബുദ്ധിയുള്ള ഒരാൾക്ക് ആ ഒരു സ്ക്രീൻഷോട്ടിൽ നിന്ന് മനസ്സിലാകും, ആ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴും സേവ് ചെയ്തിരിക്കുന്നത് എന്താണ്? രാഹുൽ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒക്കെ ഇതുള്ളതാണ് അല്ലേ? അങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അന്ന് ആ സ്ത്രീ. എന്നിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഹെയ്റ്ററാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ നമ്മൾ നെയിമിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ അവരന്ന് മിങ്കിളായിരുന്നു, അവരത്രയും ബന്ധത്തിലായിരുന്നു. ഒരു പുരുഷൻ പോയിട്ട് എന്താണ് പീഡനം? എനിക്ക് കേരളത്തോട് ചോദിക്കാനുള്ളത്, എന്താണ് പീഡനം? എന്താണ് ലൈംഗിക അതിക്രമം? ഞാൻ പുച്ഛമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഇതിങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ നേരം വെളുക്കുമ്പോൾ ഫുള്ള് ന്യൂസാണ്. 24 രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് പീഡനം? എന്താ ലൈംഗിക അതിക്രമം എന്താണ്? അവൾ വിളിച്ചിട്ട് അവൻ പോയി, അവനും അവളും പ്ലാൻ ചെയ്തിട്ട് നടന്നൊരു ബന്ധമാണ് ഇതൊക്കെ, ഈ ലൈംഗിക ബന്ധം എന്ന് പറയണത് അല്ലേ? അതപ്പോൾ എങ്ങനെ ലൈംഗിക പീഡനാവാം, ലൈംഗിക അതിക്രമം എന്ന് കാണുമ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷം ലൈംഗിക അതിക്രമം ഒരു മനുഷ്യൻ്റെ പീഡനമായി, അന്നത് സെക്ഷൽ കോണ്ടാക്റ്റുമായി. ഇതാണ് സംഭവിച്ചത്. ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ഓരോ ന്യൂസ്കാരോടൊന്നും പറയുന്നില്ല. ഈ സ്മൈൽ ഓൾവേസ് അല്ലേ, എല്ലാവരോടും ചിരിച്ചിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിനുള്ളിൽ കള്ളത്തരമുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ, കാലം തെളിയിക്കട്ടെ അല്ലേ? എന്തിനാണ് സ്ത്രീയെ അല്ലെങ്കിൽ എന്തിനാണ് സ്ത്രീകളെ സംഗതി ഇത് ഇങ്ങനെയൊരു സെക്ഷൽ കോണ്ടാക്റ്റ് നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഈ സെക്ഷൽ കോണ്ടാക്റ്റ് എങ്ങനെയാണ് ലൈംഗിക അതിക്രമാവുന്നത്? എന്ത് വിചാരിച്ച് എന്ത് കിട്ടാതായപ്പോഴാണ് താങ്കൾ അല്ലെങ്കിൽ ഇത് ലൈംഗിക അതിക്രമമായി മാറിയത്? എനിക്കറിയില്ല കേട്ടോ.
എനിക്കെപ്പോഴും ഭയങ്കര വിഷമം തോന്നും നമ്മൾ കേരളത്തെ ആലോചിച്ചിട്ട്. ഒരു സ്ത്രീയെ വെച്ച് ഒരു പുരുഷനെ ഇങ്ങനെ തകർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡുള്ളതാണ്, നമുക്കെല്ലാവർക്കും ഹസ്ബൻഡുമാരുള്ളതാണ്. അവരെ നാളെ തകർത്തിക്കൂടെ, തളർത്തിക്കൂടെ ഒരു 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 സ്ത്രീക്ക്? അത് നമ്മൾ സത്യം, ഒരു സ്ത്രീക്ക് കേരളം അത്രയും ആനുകൂല്യങ്ങളാണ് കേരളത്തിൽ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ അവളത് അവസരം മുതലാക്കുന്നു, ദുരുപയോഗം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് കൊടുത്ത എല്ലാ ആനുകൂല്യങ്ങളും ദുരുപയോഗം ചെയ്യുന്നു. എനിക്കിത്ര പറയാനുള്ളൂ.